ഒട്ടകങ്ങൾ വരി വരി വരിയ. ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് ട്രെൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ലണ്ടനിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഡിസംബർ 30. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ലണ്ടനിൽ ആഘോഷിക്കാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ 3-4 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 8 പേരുണ്ട്. ഞാനും ജസീലും ചാന്ദിനിയും പിന്നെ ജിബിൻ ചേട്ടൻ ഉണ്ട്. നമ്മുടെ ഓണത്തിന് സമയത്തുള്ള വീഡിയോയിലുണ്ടായിരുന്നു ജിബിൻ ചേട്ടനും കൃപിയും. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട് പുതിയത്, ചാന്ദിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ കാണിക്കാം. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഓഫാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് 2-3 ദിവസം ലണ്ടനിൽ ന്യൂ ഇയർ ലണ്ടനിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ലണ്ടനിലെത്തി. അതെ, ലണ്ടൻ ഈസ്റ്റ് എന്നുള്ള സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. ഇതേപ്പോൾ ട്രെയിൻ ഇറങ്ങിയുള്ളൂ. ഇനി ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ സ്റ്റേഷനിലാണ്. സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് ഇവിടെ. ലണ്ടൻ ഈസ്റ്റെല്ലാം അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. വെട്ടി മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ജോയൽ വരും. ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങളുടെ റൂമുള്ള സ്ഥലം കുറച്ച് ദൂരെയാണ്. ഒരു 19 മിനിറ്റ് ട്രാവൽ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ട്രാവൽ പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ഇതേപോലെ അണ്ടർഗ്രൗണ്ട്, അതായത് ട്രെയിൻ പോലെ തന്നെ മെട്രോ പോലെ തന്നെ അണ്ടർഗ്രൗണ്ടാണ് ഇത്. അപ്പോൾ ആ ഒരു സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അല്ലേ. ഇതാണ് ആ സ്റ്റേഷൻ. നമ്മുടെ അടുത്ത മെട്രോ പോലെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് എത്തിയതായി. ബാക്കിൽ കാണുന്നതായി ട്രാവൽ ഓടിച്ച്, അതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിൽ ബാഗും എല്ലാം വെച്ച് ഇപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാം. അപ്പോൾ ജോലി കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. അപ്പോൾ ജോലിയും പോയി പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് രാത്രി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണം. ഗൈസ്, അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിപ്പോൾ ഞങ്ങൾ ജോലിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നാണ്. നമ്മൾ പോവാ ലണ്ടൻ ബ്രിഡ്ജിക്ക് ആ വഴി അങ്ങനെ പോവാ. അപ്പൊ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിത് ആൾഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പില് നിൽക്കുകയാണ്. ഇനിയിപ്പോ അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പൊ ജോല അവിടെ വരും. ലണ്ടൻ ബ്രിഡ്ജിന്റെ അവിടേക്കാണ് വരുന്നത്. ലണ്ടൻ ബ്രിഡ്ജിക്ക് ഇവിടുന്ന് ഒരു 7.7 മൈൽ നടക്കാനുണ്ട്. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ ദേ നമ്മൾ ടവർ ബ്രിഡ്ജിന്റെ മുന്നിലെത്തി. ഒരു ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. നല്ല തിരക്കും ഉണ്ട്. അപ്പം എൻട്രൻസ് അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു പാലസ് പോലെ ഒരു സംഭവം. ജോയിലുള്ളത് അവിടെയാണ്, ടവർ ബ്രിഡ്ജിലാണ് ജോയിലുള്ളത്. ജോയൽ അണ്ടർവേൾഡിന്റെ ആരാ? പ്രിൻസ് കം പ്രിൻസസ് കം. എടാ നാറി. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ ടവർ ബ്രിഡ്ജിന്റെ അവിടെ എത്തി. രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് രസമുണ്ട്, കാണാൻ രസമുണ്ട്. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒത്തിരി ഇവിടെ മീൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രസമുണ്ട് കാണാൻ. അപ്പം നാളെ ഇവിടെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. ഈ ന്യൂ ഇയറും ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിതേ അങ്ങനെ ഇനി നമ്മളിങ്ങനെ കുറച്ച് നടന്ന് കാണാൻ, എവിടെയൊക്കെ ഒന്ന് നടന്ന് കാണണം. അപ്പം നമുക്ക് കാണാം.